CV പ്രസാദ് ഇപ്പോൾ എന്ത് നിയമോപദേശമാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ ലഭിച്ചിരിക്കുന്നത്? ഇപ്പോൾ മന്ത്രി പി രാജീവിന്റെ പ്രതികരണം അടക്കം വന്നു കഴിഞ്ഞല്ലോ. മന്ത്രിയായിരിക്കെ തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരിടാം, അതിൽ കുഴപ്പമില്ല എന്നതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്താണ് അപ്പോൾ നിയമോപദേശം? അശ്മതി, ഇതിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് CPM പോകുന്നത് സ്വാഭാവികമായി നിയമവിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം തന്നെയാണ്. അതായത് ഒരു കുറ്റത്തിന് 2 ശിക്ഷ എന്ന രീതിയിലാണ് ഇതിനെ CPIM കാണാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു തവണ രാജിവെച്ച അതേ കേസിൽ വീണ്ടും രാജിവെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇതൊരു നിയമപരമായ തുടർച്ചയാണ്. ആ തുടർച്ചയിൽ മറ്റൊരു വിധി കോടതി ഉത്തരവ് വരുന്ന സാഹചര്യത്തിൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടറി എത്തുകയായിരുന്നു. ഇന്നലെ തന്നെ ഏതാണ്ട് ഇതേ നിലപാടിലേക്കായിരിക്കും പാർട്ടി എത്തുക എന്നൊരു സൂചന ഉണ്ടായിരുന്നു. കാരണം ഈ ഉത്തരവ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ സജി ചെറിയാൻ തിരുവനന്തപുരത്ത് പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. മാധ്യമങ്ങളെ കണ്ട സമയത്തും പറഞ്ഞത് രാജിവെക്കുന്ന പ്രശ്നമില്ല, മറിച്ച് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ രാജിവെച്ചതാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഭാഗം കേൾക്കാതെയുള്ള ഈ ഉത്തരവ് ശരിയല്ല എന്ന രീതിയിലായിരുന്നു. അതായത് തന്റെ ഭാഗവും കേൾക്കേണ്ടിയിരുന്നു കോടതി എന്ന വാദമാണ് സജി ചെറിയാൻ മുന്നോട്ട് വെച്ചത്. ഇനിയിപ്പോൾ സ്വാഭാവികമായി ഔദ്യോഗികമായ നിയമോപദേശം സർക്കാരിന് കിട്ടും. ആ നിയമോപദേശം സ്വാഭാവികമായും ഇനിയിപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രക്ഷോഭം കടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ 2022 ജൂലൈ 3-നായിരുന്നു മല്ലപ്പള്ളിയിൽ ഒരു പാർട്ടി പരിപാടിയിൽ സജി ചെറിയാന്റെ പ്രസംഗം. അതിനുശേഷം അടുത്ത ദിവസമായിരുന്നു അത് വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അന്ന് ഈ പ്രസംഗം വിവാദമായതോടുകൂടി, ഭരണഘടനയെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസംഗം വിവാദമായതോടുകൂടി സ്വന്തം നിലയ്ക്ക് രാജിവെക്കാൻ സജി ചെറിയാൻ തയ്യാറായില്ല. മാത്രമല്ല പാർട്ടി എന്ന രീതിയിലോ സർക്കാരോ മുഖ്യമന്ത്രിയോ സജി ചെറിയാനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നില്ല ആദ്യഘട്ടത്തിൽ. അപ്പോൾ സജി ചെറിയാൻ നിയമസഭയിൽ അക്കാര്യം വിശദീകരിക്കുകയും അതുപോലെ തന്നെ ഇതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അതോടുകൂടി അവസാനിക്കും എന്ന ഘട്ടത്തിലാണ് പ്രതിപക്ഷം കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയും രാജി അനിവാര്യമാണ് എന്ന നിലയിലേക്ക് CPIM തന്നെ എത്തുകയും ഒടുവിൽ രാജിവെക്കണം എന്ന് സജി ചെറിയാനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം ഈ വിഷയം പൂർണ്ണമായി മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറിയതിനു ശേഷമാണ് അന്വേഷണം ഒരു പ്രഹസനം എന്ന രീതിയിൽ നടത്തുന്നതും പിന്നീട് കോടതി തന്നെ തള്ളുന്ന രീതിയിലേക്കുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് പോലീസ് കൊടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നത്. തുടക്കത്തിൽ ഇതിൽ പോലീസിന്റെ ഭാഗത്ത് ഒളിച്ചുകളി ഉണ്ടായിട്ടുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ ബൈജു നോയൽ പോലീസിൽ പരാതി കൊടുത്ത സമയത്ത് അതിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായില്ല. പിന്നീട് സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിന് പിന്നാലെയാണ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്യുന്നതും നടപടികൾ തുടങ്ങുന്നത് തന്നെ. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നീട് മന്ത്രി രാജിവെച്ചതിന് ശേഷം ഓരോ ഘട്ടത്തിലും പോലീസ് കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിൽ വരുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ എന്തായാലും സജി ചെറിയാൻ രാജിവെക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം CPIM ആ ഒരു പിന്തുണയാണ് സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന നിയമോപദേശം കൂടി ഇപ്പോൾ സജി ചെറിയാൻ ലഭിച്ചിരിക്കുന്നു.